നമസ്കാരം, എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. തിരൂർ ഗൾഫ് മാർക്കറ്റിലെ വെള്ളിയാഴ്ച ചന്ത പൂട്ടാനുള്ള നഗരസഭാ തീരുമാനത്തെ തുടർന്ന് ആശങ്കയോടെ തെരുവ് കച്ചവട മേഖല. നഗരസഭാ നടപടി തങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതാകുമെന്ന് കച്ചവടക്കാർ. മുന്നറിയിപ്പില്ലാതെ ചന്ത പൂട്ടാനുള്ള നഗരസഭാ തീരുമാനത്തോടെ ഇല്ലാതാകുക വർഷങ്ങളായി പ്രവർത്തിക്കുന്ന കച്ചവട കേന്ദ്രം. വെള്ളിയാഴ്ച ഗൾഫ് മാർക്കറ്റിലെ അടഞ്ഞുകിടക്കുന്ന കച്ചവട കേന്ദ്രങ്ങൾക്ക് മുന്നിൽ നടന്നിരുന്ന ചന്തയാണ് നിലനിൽപ്പ് ഭീഷണിയിലായിരിക്കുന്നത്. തിരൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഗൾഫ് മാർക്കറ്റിൽ കച്ചവട സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ച പ്രവർത്തിക്കാറില്ല. മിക്ക കടകളും അടഞ്ഞുകിടക്കും. ഈ സ്ഥലങ്ങളിൽ തെരുവ് കച്ചവടം ആരംഭിച്ചതോടെയാണ് ഇവിടെ വെള്ളിയാഴ്ച ചന്ത രൂപപ്പെട്ടത്. പാത്രങ്ങൾ, വസ്ത്രങ്ങൾ, ബെൽറ്റ്, പേഴ്സ് തുടങ്ങിയവയാണ് പ്രധാന വിൽപ്പന ഇനങ്ങൾ. മൊബൈൽ ഫോണുകൾ, മൊബൈൽ ഫോൺ ആക്സസറീസ്, പെർഫ്യൂമുകൾ ഉൾപ്പെടെയുള്ളവയും ചന്തയിൽ കിട്ടും. രാവിലെ 7 മുതൽ രാത്രി 7 വരെ ഇവിടെ കച്ചവടക്കാരുമുണ്ടാകും. കഴിഞ്ഞ ദിവസം തിരൂരിൽ ചേംബർ ഓഫ് കൊമേഴ്സ് നടത്തിയ സമരത്തെ തുടർന്ന് നഗരസഭ അധികൃതരുമായുണ്ടായ ചർച്ചയിലാണ് വെള്ളിയാഴ്ച ചന്തയുടെ പ്രവർത്തനം തടയാൻ തീരുമാനമെടുത്തത്. ഇതോടെ നിലനിൽപ്പ് ഭീഷണി നേരിടുകയാണ് ചന്തയിലെ കച്ചവടക്കാർ. തിരൂര് വെള്ളിയാഴ്ച അവധി ദിവസം, ഗൾഫ് ബസാറിൽ അവധി ദിവസമാണ്. അപ്പോൾ ആ അവധി ദിവസത്തിൽ ഞങ്ങൾ വർഷങ്ങളോളായി ഇവിടെ കച്ചവടം ചെയ്യാൻ തുടങ്ങി. കച്ചവടം ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട, മറ്റൊരു മാർഗവും ഇല്ലാതെ ഒരു കട എടുത്തിട്ട് കച്ചവടം ചെയ്യാൻ കഴിയാത്ത പാവങ്ങളാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നതിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാപാരി വ്യവസായി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ പുതിയൊരു ഉത്തരവിറങ്ങി. തിരൂർ ഗൾഫ് മാർക്കറ്റിൽ വെള്ളിയാഴ്ച നടക്കുന്ന ഫ്രൈഡേ മാർക്കറ്റ് അവസാനിപ്പിക്കണം, നിർത്തലാക്കിയ നഗരസഭയ്ക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ പ്രചരിക്കണമുണ്ട്. അപ്പോൾ ഇതൊന്നും ആരെ രക്ഷപ്പെടുത്താനാണോ ആരെ മോശമാക്കാനാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് വ്യാപാരി വ്യവസായിയുടെ നേതാക്കന്മാരോടും അതുപോലെ തന്നെ അതിലെ അംഗങ്ങളോടും വളരെ താഴ്മയോടുകൂടി പറയാനുള്ളത്, ഈ വെള്ളിയാഴ്ച ഇവിടെ ഇങ്ങനെ കച്ചവടം ചെയ്തതുകൊണ്ട് അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് വരാൻ പോകുന്നത്? ഈ വെള്ളിയാഴ്ചത്തെ കച്ചവടം കൊണ്ടാണ് ഇവിടെ ഈ പാവപ്പെട്ട തൊഴിലാളികൾ ജീവിച്ചു പോകുന്നത്. അതേപോലെ തന്നെ സ്വന്തം ഭാര്യയുടെ അല്ലെങ്കിൽ സ്വന്തം മാതാവിൻ്റെ അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ സ്വർണം വരെ ബാങ്കിൽ പണയം വെച്ചിട്ട് എടുത്ത സാധനങ്ങളാണ് ഈ തൊഴിലാളികളുടെ കയ്യിലുള്ളത്. അതൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇവിടെ കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ നാശമായി പോകും. അങ്ങനെ വരുന്ന സമയത്ത് ഈ തൊഴിലാളികൾക്ക് ആത്മഹത്യ ചെയ്യാനില്ലാതെ വേറെ നിവൃത്തിയില്ല. 200ഓളം കച്ചവടക്കാരാണ് ചന്തയിൽ ഉണ്ടാകാറുള്ളത്. മിക്കവരും മറ്റ് വരുമാന മാർഗങ്ങളില്ലാത്തവരാണ്. മിക്ക സാധനങ്ങളും ലഭിക്കും എന്നതിനാൽ ഇവിടെ ധാരാളം ആളുകൾ എത്താറുമുണ്ട്. മോഷ്ടിച്ച മൊബൈലുകൾ ഉൾപ്പെടെ ഇവിടെ വിൽപ്പന നടക്കാറുള്ളതായി ആക്ഷേപമുണ്ടായിരുന്നു. അത്തരക്കാരെ മാറ്റി നിർത്താനും മൊബൈൽ വിൽപ്പന തടയാനും തങ്ങൾ തയ്യാറാണെന്ന് തെരുവ് കച്ചവടക്കാർ പറയുന്നു. പക്ഷെ ഞങ്ങൾക്കൊരു പ്രയാസം എന്താന്ന് വെച്ചാൽ, ഒരുപാട് ഫോണ് വിൽക്കുന്ന കച്ചവടക്കാർ വളരെ സങ്കടത്തോട് കൂടിയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് ഇന്നാണ് സത്യത്തിൽ നമ്മളെ കച്ചവടം എന്നുള്ള നിലയിൽ ഞങ്ങൾ അറിയുന്നത്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, പല നാടുകളിൽ നിന്നും സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിയിട്ട് അതേപോലെ തന്നെ കട്ടെടുത്ത ഫോൺ വാങ്ങിയിട്ട് ഇവിടെ വെള്ളിയാഴ്ചകളിൽ മാത്രം, മറ്റു ദിവസങ്ങളിലൊക്കെ ഇവിടെ സാധാരണക്കാരായ പഴയ കാലത്തെ ഫോറിൻ കച്ചവടക്കാരൊക്കെ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. അവർക്കൊന്നല്ല പ്രശ്നം. കോഴിക്കോട് നിന്നും മറ്റു നഗരപ്രദേശങ്ങളിൽ നിന്നൊക്കെ അവർ സെക്കൻഡ് ഹാൻഡ് ഫോണ്, കട്ട ഫോണ്, അല്ലെങ്കിൽ മറ്റു പല രീതിയിൽ എടുത്ത കേടായ ഫോണ് അതൊന്ന് വെറുതെ നന്നാക്കിയും കൊണ്ട് കൊടുത്തിട്ട് ഇവിടെ വിൽക്കുന്നുണ്ട്. നാളെ മുതൽ അവരിവിടെ കച്ചവടം ചെയ്യൂല. അത് ഞാനിപ്പോൾ നമ്മളിപ്പോൾ അഭിമുഖം നടത്തുമ്പോൾ നേരത്ത് ഈ മൊബൈൽ നമ്മുടെ ഗൾഫ് മാർക്കറ്റിലെ ഈ മൊബൈൽ വിൽക്കുന്ന മുതലാളിമാരും കടക്കാരും വന്നിട്ട് പറഞ്ഞാണ്, നിങ്ങളിവിടെ കച്ചവടം ചെയ്യുന്നതിന്, ഡ്രസ്സ് കച്ചവടം ചെയ്യുന്നതിനും മറ്റു സാധന സാമഗ്രികൾ കച്ചവടം ചെയ്യുന്നതിനൊന്നും ഞങ്ങൾക്കെതിരില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് ബസാറിനെ മോശമാക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ സെക്കൻഡ് ഹാൻഡ് ഫോൺ വിൽക്കുന്നതും അതേമാതിരി കട്ട ഫോൺ വിൽക്കുന്നതും, സെക്കൻഡ് ഹാൻഡ് ഫോൺ നന്നായിട്ട് വിൽക്കുന്നവരും ഉണ്ട് അവിടെ. കട്ട ഫോൺ വിൽക്കുന്നവരൊക്കെ എന്ത് ചെയ്യണം, ഇത് വാങ്ങിക്കൊണ്ടുപോയിട്ട് ഇത് കേടാണെന്ന് തോന്നുന്ന നേരത്ത് ഫേസ്ബുക്കിലും മറ്റു മാധ്യമങ്ങളിലൂടെയും പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കട്ട ഫോൺ ഇവിടെ വിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തും. അതിലൊരു തർക്കമില്ല. നാളെ തുറപ്പിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഞങ്ങൾ തുറക്കാൻ തീരുമാനിക്കുന്നത്. ഇത് അവരെ എതിർത്തുകൊണ്ടിട്ടുള്ള തുറക്കലല്ല.
അതായത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള തുറക്കലാണ്. തിരൂരിലെ തന്നെ മൊത്ത വ്യാപാരികളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയാണ് ഇവരുടെ തെരുവ് വിൽപ്പന. അതിനാൽ തങ്ങളുടെ വിൽപ്പന എങ്ങനെ വ്യാപാരികളെ ബാധിക്കുമെന്നാണ് ഇവരുടെ ചോദ്യം. ശക്തരല്ലാത്തതിനാൽ നഗരസഭാ നടപടിയെയോ വ്യാപാരികളുടെ തീരുമാനത്തെയോ ചോദ്യം ചെയ്യാൻ പോലും ഇവർക്ക് കെൽപ്പില്ല. സാധനങ്ങളുമായി പോലീസ് പോയാൽ തങ്ങളുടെ കണ്ണീര് കണ്ട് നഗരസഭയ്ക്കും വ്യാപാരികൾക്കും സംതൃപ്തി ലഭിക്കുമെങ്കിൽ ആ നിലയ്ക്ക് നടക്കട്ടെ കാര്യങ്ങളെന്നാണ് ഇവരുടെ നിലപാട്. ഇപ്പൊ ഇവിടെ ഫ്രൂട്ട്സ് വെക്കുന്നുണ്ട്, വഴിയോരത്ത് ഫ്രൂട്ട്സ് വെക്കുന്നുണ്ട്. ഈ ഫ്രൂട്ട്സ് വാങ്ങുന്നത് ഇവിടുന്നാണ്, ഇവിടുത്തെ ഹോൾസെയിൽ കടയിൽ നിന്നാണ്. ഇവിടെ വ്യാപാര വ്യവസായി സംഘടനയിൽ പെട്ടവരാണ് വാങ്ങുന്നത്. അതേമാതിരി നേന്ത്രപ്പഴം വാങ്ങുന്നത്, മൈസൂർ പഴം വാങ്ങുന്നത്, ഇതൊക്കെ ഇവരെ ഹോൾസെയിൽ കടയിൽ നിന്നാണ് വാങ്ങുന്നത്. മൊബൈൽ സാധന സാമഗ്രികൾ വാങ്ങണം. അവിടുന്ന് ഒഴിവാക്കുന്ന ഡെഡ് സ്റ്റോക്കുകൾ, അതായത് മറ്റേ ഫോണിന്റെ കൂട്, ഇതൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വിറ്റ് കാലിയാക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കൂടി അറിഞ്ഞ് ഇത് ഞങ്ങളാരും ഈ ഫ്രൈഡേ മാർക്കറ്റ് ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ അത്ഭുതമാണ് ഇതിങ്ങനെ വിജയിച്ചോ എന്നുള്ളത്. അതിൽ കുറേ നിങ്ങളെപ്പോലെയുള്ള വ്ളോഗർമാരും അതുപോലെ തന്നെ ചാനലും പ്രാദേശിക ചാനലുകളും ഒക്കെ ഞങ്ങളെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. പല ജില്ലകളിൽ നിന്നും ഇവിടേക്കായിട്ട് സാധനം വാങ്ങാൻ മാത്രമല്ല ഇത് കാണാനും കൂടി ആളുകൾ വരുന്നുണ്ട്. പല രീതിയിലുള്ള നല്ലൊരു പ്രവർത്തനം നടത്തുകയാണ്. ഇപ്പം നാളെ വ്യാപാരി വ്യവസായിയും പോലീസും തിരൂർ നഗരസഭയുടെ ഉദ്യോഗസ്ഥരൊക്കെ വന്നുകൊണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇവിടുന്ന് മറ്റ് ഞങ്ങളുടെ കച്ചവട സാമഗ്രികളൊക്കെ എടുത്തു പോകുന്ന പറയുന്നത്. അങ്ങനെ അത് എടുത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് അവരെടുത്ത് പോയിക്കോട്ടെ. ഞങ്ങൾ അവരെ ഇട്ട് ഒരു വലിയ അതിക്രമത്തിന് പോകാനോ അല്ലെങ്കിൽ അത് ഞങ്ങളെ സാധനം തരൂല എന്ന് പറഞ്ഞിട്ട് പിടിച്ചെടുക്കാനോ ഒന്നും ഞങ്ങൾ നിൽക്കില്ല. നാട്ടുകാർക്കറിയാം ഇവിടെ നടക്കുന്ന സത്യങ്ങൾ എന്താണ്. കഴിഞ്ഞ ദിവസം നഗരസഭയിലേക്ക് വ്യാപാരികൾ മാർച്ച് നടത്തിയിരുന്നു. താഴെപ്പാലത്ത് ആരംഭിക്കാനിരിക്കുന്ന വ്യാപാരമേള തടയണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. നഗരത്തിലെ തെരുവ് കച്ചവടങ്ങൾ നിയന്ത്രിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഗൾഫ് മാർക്കറ്റിലെ തെരുവ് കച്ചവടക്കാർക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നടപടിയുണ്ടായിട്ടുള്ളത്. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.